ഇന്ന് ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഷെമിയുടെ നടവഴിയിലെ നേരുകൾ എന്ന പുസ്തകം റിലീസ് ചെയ്തിട്ട് ഒരു വർഷമാകുന്നു. 34th ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിലാണ് ഷെമിയുടെ ഈ പുസ്തകം DC ബുക്സ് ഇറക്കിയത്. ആൻഡ് ഇന്നും ആഫ്റ്റർ 1 year അത് ബെസ്റ്റ് സെല്ലർ ലിസ്റ്റിൽ 3 ഫസ്റ്റ് ബെസ്റ്റ് സെല്ലേഴ്സിൽ ഇടം നേടിയിട്ടുണ്ട്. ആൻഡ് ഇപ്പോഴും അത് എക്സിസ്റ്റിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിലെ വായിക്കുന്ന ഓരോ വാചകങ്ങളും ഞാൻ എഴുതി വെക്കും. അങ്ങനെ പഴയ എൻ്റെ തിരുവചനപ്പെട്ടിയിലേക്കാണ് ഞാൻ തിരിച്ചുപോയത്. ഷെമിയുടെ തിരുവചനങ്ങൾ, ഷെമിയുടെ വചനങ്ങളാണ് എൻ്റെ ഈ ബോക്സിലുള്ളത്. അപ്പോൾ എനിക്ക് സമ്മർദ്ദം വരുമ്പോൾ ഞാൻ ഈ ബുക്ക് എടുക്കുന്നതിന് പകരം ഇതിൽ നിന്ന് വചനമെടുത്ത് വായിക്കും. അത് എനിക്ക് നൽകുന്ന ആശ്വാസം അത് ഒരുപാടാണ്. ഒരു ദിവസം ഒരു രാത്രി 1 മണിക്കൂറെങ്കിലും എൻ്റെ പ്രിയതമനോടൊപ്പം ജീവിക്കാൻ അവസരം തരണം. ഞാൻ പിന്മാറാതെ പേശിക്കൊണ്ടേയിരുന്നു. എന്നെ വിടൂ, ദേവിയത് വിടൂ. ഉന്മാദിനിയെപ്പോലെ നിലവിളിച്ച് എത്ര നേരം, എത്ര മണിക്കൂർ, എത്ര ദിവസം. അപ്പോഴും 4 വയസ്സുകാരിയുടെ സാഫല്യം കണ്ട രസിക്കും പോലെ എന്നെ പടച്ചാൻ തിരിപ്പിച്ച അതേ ആദിയിൽ അതാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി ഡോക്ടർ നസീമ. ഈ ബുക്ക് വായിച്ച എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഒരു ഡിഫോൾട്ട് ഇമോഷൻ ഈസ് എന്താ പറയുക, സങ്കടം, വിഷമം, സഹതാപം, സന്തോഷം, ഇതെല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി, ഫോർ മീ, വാട്ട് ഐ ടേക്ക് അവേ ഫ്രം ദിസ് ബുക്ക് ഈസ് ദ പവർ ഓഫ് എഡ്യൂക്കേഷൻ. എന്ന് വെച്ചാൽ ഷെമി അത് വളരെ യങ് ആയിട്ടുള്ള ഒരു ഏജിൽ പവർ ഓഫ് എഡ്യൂക്കേഷൻ മനസ്സിലായി എന്നുള്ളതാണ്. എനിക്ക് പരിചയമില്ലാത്ത വഴികളിലൂടെയാണ് ഷെമി സഞ്ചരിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ജീവിത പ്രശ്നങ്ങളൊന്നും അലട്ടിയിട്ടില്ലാത്തവരാണ് നമ്മളിൽ പലരും. പട്ടിണി എന്തെന്നറിയാതെ, അനാഥത്വം എന്തെന്നറിയാത്തവരാണ് നമ്മൾ. അപ്പോൾ എനിക്ക് വായിച്ചപ്പോൾ തോന്നി ഇതൊരു പാഠപുസ്തകമാണ് ശരിക്കും. പുസ്തകോത്സവം വിനോദമോ വ്യവസായമോ അല്ല. ലോകത്തിൻ്റെ ആരോഗ്യവും അച്ചടക്കവും ഉയർത്താനും നിലനിർത്താനും യഥാർത്ഥ അറിവുകൊണ്ട് മാത്രമേ സാധ്യമാകൂ. നാം നല്ല അധ്യാപകരെ തേടി പോകാറുള്ളത് ആ അധ്യാപകരുടെ മാർക്കും ഗ്രേഡും കൂട്ടാനല്ല, നമ്മുടേത് മേന്മസ്ഥിതിയിലാക്കാനാണ്. ആശയങ്ങളിലും അഭിപ്രായങ്ങളിലും അപമ്യമുള്ള അക്ഷരങ്ങൾ പിണഞ്ഞു പോയാൽ ഉടനെ തന്നെ സ്വയം തിരുത്തുന്നതിലാണ് ഉത്കൃഷ്ടത. മറ്റുള്ളവർ മുതിരുമ്പോൾ അവർ അധ്യാപകരും നാം വിദ്യാർത്ഥികളുമായി പോകും. അപ്പോൾ സ്വയം തിരുത്തുന്നതിൽ കുറച്ചിൽ വേണ്ട. നല്ല കാര്യങ്ങൾക്കായി മാത്രമല്ല, നാവിന് പിന്നെയും ഏറെ അഭ്യാസങ്ങളുണ്ട്. സ്വയം പുകഴ്ത്താം, നുണ പറയാം, പരദൂഷണം പടർത്താം, അസഭ്യങ്ങൾ അട്ടഹസിക്കാം. പക്ഷേ ആഹാരം കഴിക്കുന്ന ആയുധം കൊണ്ട് തന്നെ പ്രയോജനശൂന്യതയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കുമ്പോൾ നാം ആവർത്തിച്ചറിയണം, അല്പവും ദൂരത്തല്ല നമ്മുടെ നിശ്ചലമാകുന്ന നിമിഷമെന്ന്. ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു ഷെമിയുടെ കൈ രക്തത്തിൽ മുക്കിയിട്ടുള്ളൊരു കൈയുടെ ചിത്രം അതിൻ്റെ ബുക്കിൻ്റെ ഫ്രണ്ടിൽ കണ്ടിരുന്നത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ ഞങ്ങളൊക്കെ ഒരു അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത്. വലിയൊരു മാറ്റർ, ഭയങ്കര കട്ടിയുള്ളൊരു കുറേ പേജുകളുള്ളൊരു മാറ്റർ, ഈ രക്തത്തിൽ പതിച്ച ഒരു കൈയുടെ ചിത്രത്തോടു കൂടിയിട്ട് അത് ഞങ്ങളുടെ എഡിറ്റോറിയൽ കമ്മിറ്റിയിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളൊക്കെ വളരെ അത്ഭുതത്തോടു കൂടിയാണ് അത് നോക്കിയത്. ഈ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നാട്ടിൽ പോവുകയും തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു പുസ്തകം വാങ്ങിക്കുന്നത്. അന്ന് ഫ്ലൈറ്റിൽ വെച്ച് വായിക്കാൻ തുടങ്ങിയ ഈ പുസ്തകം ഇവിടെ തിരിച്ചെത്തി 3 ദിവസം കൊണ്ട് ഞാൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചു തീർത്തു. കാരണം അത്രയും ജിജ്ഞാസയായിരുന്നു എൻ്റെ ഉള്ളിൽ. ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി നമ്മൾ സ്ത്രീകൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. കാരണം നമ്മുടെ നാട്ടിൽ കൃത്രിമമായ ശാന്തി അന്വേഷിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു സ്ത്രീരത്നം നമ്മുടെ മുമ്പിൽ ഉണ്ടാവുമ്പോൾ, മാതൃകയായിട്ട് ഉണ്ടാവുമ്പോൾ നമ്മൾ വേറൊന്നും ചിന്തിക്കേണ്ടതില്ല. കാരണം ഞാനൊരു അധ്യാപികയാണ്.
ഞാൻ എപ്പോഴും അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു കോട്ടുണ്ട്. വെൻ യു എഡ്യൂക്കേറ്റ് എ മാൻ ഈസ് എഡ്യൂക്കേറ്റഡ്, ബട്ട് വെൻ യു ആർ എഡ്യൂക്കേറ്റിംഗ് എ വുമൻ, എ ജനറേഷൻ ഈസ് എഡ്യൂക്കേറ്റഡ്. ഈ ഇലസ്ട്രേഷൻ എന്താണ് എന്നുള്ളത് അത് തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ സർപ്രൈസ്, ഇന്നത്തെ ഏറ്റവും വലിയ സസ്പെൻസ്. ഇതാണ് ഷെമി എഴുതാൻ പോകുന്ന അടുത്ത പുസ്തകത്തിന്റെ കവർ പേജ്. മരുമകൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുത്രഭാര്യ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറ്. മംഗല്യവതിയായിട്ടും മരുമകളാകാതിരുന്ന ഒരാളെ ഉണ്ടായിട്ടുള്ളൂ, അത് നമ്മുടെ ആദിമാതാവാണ്. മരുമകൾ എന്നത് ഒരു നാടിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജില്ലയുടെയല്ല, ലോകത്തിലെല്ലായിടത്തും വിശേഷ സ്വരൂപമായതുകൊണ്ട് മരുമകൾ എന്നാൽ എഴുതിയ വ്യക്തിയിലേക്ക് തന്നെ നിങ്ങളാണോ മരുമകൾ എന്ന് ചോദിക്കുന്നതിൽ അടിസ്ഥാനമില്ല. ഈ പുസ്തകത്തിൻ്റെ ഒരു ഉള്ളടക്കം എന്നത് അനുസരണയും അവകാശവും. അനുസരണയും അവകാശവും ഒരിക്കലും ഒത്തുപോകാറില്ല. അനുസരിക്കുമ്പോൾ അവകാശം നഷ്ടപ്പെടും, അവകാശം നേടുമ്പോൾ അനുസരണയും. ഈ ലോകം നിയന്ത്രിക്കുന്നത് ഒരു എറ്റേണൽ ഫോഴ്സ് അല്ല, അതായത് അദൃശ്യമായൊരു ശക്തിയല്ല, മനുഷ്യരുമല്ല, മറ്റ് ജീവജാലങ്ങളൊന്നുമല്ല, ഒരു രോഗമാണ്. ആ രോഗത്തിൻ്റെ ലക്ഷണവും ആ രോഗത്തെക്കുറിച്ചുള്ള ഗവേഷണവും അതിൻ്റെ ചികിത്സയുമാണ് ഈ പുസ്തകം. അടുത്ത വർഷത്തെ നമ്മുടെ ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഇതൊരു ബെസ്റ്റ് സെല്ലറായി വീണ്ടും DC ബുക്സ് പ്രഖ്യാപിക്കട്ടെ.